പ്രണവിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവൻ ഇങ്ങനെ മാറിപ്പോയല്ലോ. മാറിയതല്ലച്ച, മാറ്റിയതാണ്. എല്ലാത്തിനും പിന്നിൽ ആ ശിവാനിയാ. അവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയ പിന്നെ ഒന്നും പറയാനാവില്ല. തൊലഞ്ഞൂന്ന് ഉറപ്പിച്ചാ മതി. എങ്ങനെങ്കിലും പ്രണവിന്റെ മനസ്സ് മാറ്റിയെടുക്കണം. എന്നിട്ട് ഒട്ടും വൈകാതെ അവനൊരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്താൻ വേണം. എന്തായാലും നിധി വീട്ടിലേക്ക് പോയിരിക്കല്ലേ, ആദ്യം ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. അവളുടെ തീരുമാനം എന്താണെന്ന് അറിയാലോ. നിധിയെ തനിച്ച് വിടണ്ടായിരുന്നു. നമ്മളും കൂടെ പോയിരുന്നെങ്കിൽ ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി എടുക്കായിരുന്നു. എടമോനെ, അവൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ എത്രയാന്ന് വെച്ചാ കൊടുക്ക്. കുറച്ച് പണം പോയാലും കുഴപ്പമില്ല. പ്രണവിന്റെ ഭാവിയല്ലേ നമുക്ക് വലുത്. എന്തായാലും നിധി വരട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന്. എന്തായി മോളെ, നീ സംസാരിച്ചോ? സംസാരിച്ചമ്മേ. മോൾ ആരോടാ കാര്യം സംസാരിച്ചത്? അത് അമ്മാവനോട് ഞാൻ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു. ഈ വീട്ടിലെ ആർക്കും ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ വിവരം അറിഞ്ഞ് അമ്മാവൻ വല്ലാതെ ടെൻഷനായി. ഒരു കാരണവശാലും ഇങ്ങനൊരു വിവാഹം നടക്കാൻ സമ്മതിക്കില്ലെന്ന് അമ്മാവൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാ എനിക്ക് അല്പം ആശ്വാസമായത്. എല്ലാം അവസാനിച്ചു എന്ന് ആശ്വസിക്കണ്ടമ്മേ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ശിവാനി ഇപ്പോഴും പ്രണവിനെ തന്നെ വിവാഹം കഴിക്കുന്നുള്ള വാശിയില. ഈ വരുന്ന 7-ാം തീയതി വെള്ളിയാഴ്ച അവളും പ്രണവുമായിട്ടുള്ള വിവാഹം നടത്തി ഈ വീട്ടിലേക്ക് വന്ന് കയറുമെന്ന് ശിവാനി എന്നെ വെല്ലുവിളിച്ചിരിക്കുക. അവളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറായി നിന്നോളാൻ അവളെന്നെ വെല്ലുവിളിച്ചിരിക്കുക. എന്റെ ദൈവമേ, ഇത് കേൾക്കുമ്പോ തന്നെ എന്റെ നെഞ്ചു പടപടാന്നിടിക്കുക. എന്ത് ചെയ്യും? അവള് വായി തോന്നിന്ന് പറഞ്ഞെന്ന് കരുതി അത് നടക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആരും ഇതിനെ വെറുതെ ടെൻഷൻ ആവുന്നത്. നടക്കില്ലെന്ന് തീർത്ത് പറയാൻ പറ്റില്ല ഗൗതം. പ്രണവ് മൊത്തത്തിൽ ശിവാനിയിൽ അഡിക്റ്റ് ആയിരിക്കുക. ആ സ്ഥിതിക്ക് അവള് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കും. നടക്കരുത് മോളെ, ഒരിക്കലും അങ്ങനെ നടക്കരുത്. ഒരു കാരണവശാലും ശിവാനി ഈ വീട്ടിലേക്ക് വന്നു കയറരുത്. അവള് വന്ന ഈ കുടുംബം ചന്ന ഭിന്നായി പോവും, തല്ലിപ്പിരിയും. പാർവതി പറഞ്ഞ് ശരിയാ മോനെ. എങ്ങനെയും ഈ വിവാഹം മുടക്കിയേ പറ്റൂ. നിധി, ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ചെയ്തേ പറ്റൂ. ഈ വിവാഹം നടക്കാതിരിക്കണമെങ്കിൽ അതിനൊറ്റ വഴിയുള്ളൂ. ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പ്രണവ് ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. പ്രണവിനെ കുറച്ചു കാലത്തേക്കെങ്കിലും ഇവിടുന്ന് മാറ്റാൻ വല്ല വഴിയുണ്ടോന്ന് ആലോചിക്കാം. പ്രണവ് കുഞ്ഞു കുട്ടിയൊന്നുമല്ലല്ലോ അവനെ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചത് ഞാനാണെങ്കിൽ പറഞ്ഞ സമയത്തത് നടന്നിരിക്കും.